ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് രാവിലെ തന്നെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങുന്നതാണ് കേട്ടോ. മോളെ രാവിലെ സ്കൂളിൽ വിട്ടിട്ട് വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ കയറാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നാട്യാഞ്ചേരി ഡാൻസ് കളക്ഷൻസിലാണ് കയറുന്നത്. ഞാൻ ഈ ഷോപ്പ് ഇതിന് മുന്നേയും കാണിച്ചിട്ടുള്ളതാണ്. നമ്മുടെ കുട്ടികൾക്ക് ഡാൻസിനായിക്കോട്ടെ, ഫാൻസി ഡ്രസ്സിനായിക്കോട്ടെ, അങ്ങനെ എന്ത് കോമ്പറ്റീഷൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഷോപ്പിൽ അത്യാവശ്യം എല്ലാ കളക്ഷൻസും ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ റെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഒരുവിധം എല്ലാ സൈസിലും നമുക്കിവിടെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിന് വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ സൈസൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ ചോദിച്ച എല്ലാ പ്രോഡക്ട്സും ഇവിടെ ഇല്ലായിരുന്നു. പ്രോഡക്ട്സ് ഇല്ലായിരുന്നു എന്നല്ല, പ്രോഡക്ട്സ് ഉണ്ട്, പക്ഷെ നമുക്ക് വേണ്ട അളവ് അത് മാത്രമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു കാര്യങ്ങൾ പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ അല്ലാതെ ഒരുവിധം എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഷോപ്പ് വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഫാൻസി ഡ്രസ്സിനൊക്കെ നമ്മൾ ഏതൊരു വേഷം നമ്മൾ ഇട്ടാൽ പോലും ഇങ്ങനത്തെ ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമുക്ക് ഇവിടുത്തെ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ ഷോപ്പുകളിലൊക്കെ പോയിട്ടായിരിക്കും പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത്. ചിലത് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ എന്ന് വെച്ചാൽ A to Z എല്ലാ കാര്യങ്ങളും എന്തൊക്കെ വേണോ അതെല്ലാം, ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ വേണോ അതെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ബുക്ക് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അതുവഴി ഇപ്പോൾ മീൻ കൊണ്ടുവരുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ മോളെ സ്കൂളിൽ വിടുന്നത് കൊണ്ട് എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. കുറച്ച് ദിവസത്തേക്ക് അവിടെ നിൽക്കാമെന്ന് കരുതി. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ കയറി. ചേട്ടന് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പം ചേട്ടൻ ചായ കുടിക്കാൻ കയറിയപ്പോൾ ഞാനും കമ്പനിക്ക് ഇരുന്നു. എനിക്ക് ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഞാൻ വാങ്ങുന്നത് കേട്ടോ. അല്ലാത്ത നോർമൽ ഞാൻ വീട്ടിൽ നിന്ന് മാത്രമേ കുടിക്കുകയുള്ളൂ. പുറത്തിറങ്ങി അങ്ങനെ എനിക്ക് താല്പര്യമില്ല. എന്നിട്ട് കുറച്ച് പൊരിപ്പ് കൂടി ഞങ്ങൾ പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അതും കഴിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പോൾ സ്കൂളിൽ നിന്ന് കോൾ വരുന്നു, മോക്ക് പനിയാണ്, വോമിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കൊണ്ടുപോകാനായിട്ട് വിളിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിൽ കയറാതെ നേരെ തന്നെ സ്കൂളിൽ പോയി മോളെയും അവിടെ നിന്ന് പിക്ക് ചെയ്ത് ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. എന്നിട്ട് നമ്മൾ മെഡിസിനൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒന്ന് സലൂണിൽ കയറണമായിരുന്നു. ചേട്ടൻ്റെ പേരിലാണ് കയറിയതെങ്കിലും അവസാനം കട്ട് ചെയ്തത് 3 പേരെയും ഹെയർ കട്ട് ചെയ്തു കേട്ടോ. ആദ്യം ചേട്ടൻ്റെത് കട്ട് ചെയ്തപ്പോൾ തന്നെ അടുത്ത ആൾ ബഹളം തുടങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ഹെയർ കട്ട് ചെയ്യണമെന്ന് കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ചെയ്യാം. പിന്നെ വേറെ മോഡലിലൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തതേ ഉള്ളൂ. ടിപ്പ് മാത്രം ട്രിം ചെയ്തു. ഞാൻ മിക്കപ്പോഴും ഇവിടെ വന്ന് തന്നെയാണ് ഹെയർ കട്ട് ചെയ്യുന്നത്. പിന്നെ മോക്ക് കുറച്ച് ഫ്രണ്ടിലൊന്ന് തിന്നായിട്ടൊന്ന് മങ്കി വെട്ടിയിട്ട് നോക്കി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചേരുമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തിക്നെസ് ചെയ്യാലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തു, ബാക്കി ലെയറോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കുറച്ചും കൂടി മുടി നല്ല ഗ്രോത്ത് ആയതിന് ശേഷം ചെയ്യാമെന്ന് കരുതി. ആൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു സന്തോഷം ഫേസിൽ തന്നെ കണ്ടറിയാനും ഉണ്ട്. പിന്നെ ഹെയർ സെറ്റ് ചെയ്യേണ്ടെന്ന് അവരോട് പറഞ്ഞു, കാരണം ഈ പനിയാണല്ലോ. അപ്പോൾ അതിനിടയിൽ അധികം മുടിക്ക് ഇങ്ങനെ ഹീറ്റൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് തലവേദനയൊക്കെ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മുടിയും കൂടി ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി.